ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി. നമുക്ക് ഇന്ന് RRB NTPC എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. സോ എക്സാം എന്ന് പറയുന്നത് 5/1/2021 ഈവനിങ് ഷിഫ്റ്റിലെ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. The area of the rhombus is 96 cm and one of its diagonal is 60 cm. What is the length of its other diagonal? സോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ, അതായത് റോംബസിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 96 cm സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എന്താ, ഒരു ഡയഗണൽ ലെങ്ത് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 16 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതർ ഡയഗണലിലെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ റോംബസിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ഇസിക്കൽ ടു എന്താണ് റോംബസിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ വരുന്നത്. സോ നമുക്ക് തന്ന വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഹാഫ് d1 എന്ന് പറയുന്നത് 16, d2 നമുക്ക് തന്നിട്ടില്ല, ഇസിക്കൽ ടു ഏരിയ എന്ന് പറയുന്നത് 96. സോ d2 എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഡയഗണൽ. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ 8, d2 ഇസിക്കൽ ടു എത്ര കിട്ടും? 96/8 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 12 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. എന്ത്? സെക്കൻഡ് ഡയഗണലിലെ ലെങ്ത്ത്. സോ ഓപ്ഷൻ ബി 12 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 35 people could complete a work in 24 days, but after they worked together for 6 days, their employer wanted that the work should be completed in total of 16 days. How many more employees needed to be employed to meet the deadline? സോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ, അതായത് 35 ആൾക്കാർക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 24 ദിവസമാണ് വേണ്ടത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്ത്, അവിടുത്തെ ആൾക്കാർ, അതായത് ദെയർ എംപ്ലോയർ വാണ്ടഡ്, അതായത് എംപ്ലോയർക്ക് എത്ര ദിവസം കൊണ്ട്? 16 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് 35 ആൾക്കാർക്ക് 24 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ എംപ്ലോയർ അലൗ ചെയ്ത ഡേയ്സ് എന്ന് പറയുന്നത് എത്ര? ടോട്ടൽ 16 ഡേയ്സ് ആണ് അലൗ ചെയ്ത്. പക്ഷേ എത്ര? 35 ആൾക്കാർ വെച്ച് ഓൾറെഡി 6 ദിവസം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കി റിമൈനിങ് എത്ര ഡേയ്സ് ഉണ്ടാവും? 16ൽ നിന്ന് 6 പോയാൽ ബാക്കി 10 ഡേയ്സ് ഉണ്ടാവും. സോ ആ ബാക്കി വന്ന റിമൈനിങ് വർക്ക് 10 ഡേയ്സ് കൊണ്ട് തീർക്കണം. സോ അതിനു വേണ്ടി എത്ര ആൾക്കാർ കൂടുതൽ ജോയിൻ ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, അതായത് 35 ആൾക്കാർക്ക് 24 ദിവസമാണ് വർക്ക് ചെയ്യേണ്ടത്. സോ ആൾക്കാരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കൊടുക്കാം? അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണെന്ന് കൊടുക്കാം. സോ 35 ആൾക്കാരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1. അവർ 24 ദിവസം വർക്ക് ചെയ്തു. സോ 35 ആൾക്കാർ അവരുടെ എഫിഷ്യൻസി, അവർ 24 ദിവസം വർക്ക് ചെയ്തു. എന്താണ് കിട്ടുക? അവരുടെ ടോട്ടൽ വർക്കാണ് നമുക്ക് കിട്ടുന്നത്. സോ 35 × 1 × 24 എന്ന് പറയുന്നത് അവരുടെ ടോട്ടൽ വർക്ക്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 × 24 എന്ന് പറയുന്നത് 840 എന്ന് കിട്ടും. അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 840 എന്ന് കിട്ടി. എങ്ങനെ ചെയ്തേ? 35 പീപ്പിൾ അവരുടെ എഫിഷ്യൻസി, അവരെത്ര ദിവസം വർക്ക് ചെയ്തു? 24 ദിവസം വർക്ക് ചെയ്തു. സോ അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം വർക്ക് ചെയ്തു? 35 ആൾക്കാർ വെച്ച് 6 ദിവസമാണ് വർക്ക് ചെയ്ത്. സോ ആ 6 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമ്മൾ നോക്കണം. സോ 35 ആൾക്കാർ അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1, അവരെത്ര ദിവസം വർക്ക് ചെയ്തു? 6 ദിവസമാണ് അവർ വർക്ക് ചെയ്തത്. സോ അവർ 6 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആയി നോക്കാൻ വേണ്ടി അവരുടെ പ്രൊഡക്റ്റ് കാണാം. 30 210 വർക്കാണ് അവരവിടെ കംപ്ലീറ്റ് ചെയ്തത്. അതായത് 35 ആൾക്കാർ 6 ദിവസം വർക്ക് ചെയ്തപ്പോൾ 210 വർക്കാണ് കംപ്ലീറ്റ് ചെയ്തത്. അതായത് 840 വർക്കിൽ 210 വർക്ക് ഓൾറെഡി 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയി. സോ ബാക്കി റിമൈനിങ് എത്ര വർക്ക് ഉണ്ടാവും? 840 വർക്കിൽ 210 വർക്ക് കഴിഞ്ഞെങ്കിൽ ബാക്കി എത്ര വർക്ക് ഉണ്ടാവും? 630 വർക്കാണ് ബാക്കി ചെയ്യാനുള്ളത്. സോ ആ 630 വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യണം? ഓൾറെഡി അവർക്ക് അലോ ചെയ്ത ഡേയ്സ് എന്ന് പറയുന്നത് 16 ഡേയ്സ്. അതിൽ 6 ദിവസം ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞു. ബാക്കി എത്ര ദിവസം ഉണ്ടാവും? ബാക്കി 10 ദിവസമാണ് ഉള്ളത്. സോ ആ 10 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്ത് തീർക്കണം? 630 വർക്ക് ചെയ്ത് തീർക്കണം. സോ 630 വർക്ക് എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ട് ചെയ്യണമെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യണം? 63 വർക്ക് വെച്ച് ചെയ്യണം. 63 വർക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ എഫിഷ്യൻസി നമ്മൾ എത്രയാണെന്ന് കൊടുത്തു? 1 ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എഫിഷ്യൻസി 1 ആണെങ്കിൽ എത്ര പേര് വെച്ച് വർക്ക് ചെയ്യണം? ഒരു ഡേ 63 ആൾ വെച്ച് വർക്ക് ചെയ്യണം. സോ ലാസ്റ്റ് വന്ന വർക്ക്, റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 630 വർക്ക്. 10 ദിവസമാണ് നമുക്ക് അലോട്ട് ചെയ്തത്. സോ 630/10 എന്ന് പറയുമ്പോൾ ഒരു ദിവസം ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് 63 വർക്ക്.
ആൾക്കാരുടെ എഫിഷ്യൻസി ഒന്നായതുകൊണ്ട് ഒരു ദിവസം 63 പേര് വർക്ക് ചെയ്താലാണ് എന്ത് 63 വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. സോ ഓൾറെഡി എത്ര പേരുണ്ട്? 35 പേരാണുള്ളത്. സോ അതിൻ്റെ കൂടെ എത്ര പേരും കൂടി ആഡ് ചെയ്യണം? സോ 63 35 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 28 കിട്ടും. അതായത് 35 ആൾ വെച്ച് 6 ദിവസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ബാക്കി റിമൈനിങ് 10 ദിവസമാണ് ഉള്ളത്. സോ 10 ദിവസം എത്ര പേര്? 35 ആൾക്കാരുടെ കൂടെ 28 ആൾക്കാരും കൂടി ചേർന്ന് ടോട്ടൽ 63 പേര് 10 ദിവസം വർക്ക് ചെയ്തപ്പോൾ എത്ര വർക്കായി? ബാക്കി റിമൈനിങ് വർക്ക് 630 വർക്കാണ് കംപ്ലീറ്റ് ആയത്. സോ എത്ര പേരെ ആഡ് ചെയ്യണം? 28 പേരെയാണ് ആഡ് ചെയ്യുന്നത്. അതായത് ഓപ്ഷൻ ബി 28 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ആ 28 ആൾക്കാരും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര പേരാവും? 63 പേരോ 63 പേര് ബാക്കി റിമൈനിങ് എത്ര? 10 ദിവസം വർക്ക് ചെയ്യുമ്പോൾ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ആവും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സൈൻ 2a is equal to 2 sin a then a is equal to, അതായത് a എത്ര ഡിഗ്രി ആണെന്നാണ് ചോദ്യം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിലെ എല്ലാ വാല്യൂസും, അതായത് ഓപ്ഷൻ പുട്ടിങ് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതായത് ഓപ്ഷനിലെ എല്ലാ വാല്യൂസും എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ഏത് വാല്യൂ മാത്രവും ശരിയാവണത്? ഓപ്ഷൻ സി 0 ഡിഗ്രി മാത്രവും എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് സൈൻ 2 ഇൻറ്റു 0 ഡിഗ്രി ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു സൈൻ 0 എത്ര വരാം? 0 ഈസ് ഇക്വൽ ടു 0 നമുക്ക് ഫൈനൽ ആൻസർ വരും. നമുക്ക് എല്ലാ ഓപ്ഷൻ ഇട്ട് കൊടുക്കാം. ആകെ സാറ്റിസ്ഫൈ ആവുന്നത് ഓപ്ഷൻ സി 0 ഡിഗ്രി മാത്രമാണ് സാറ്റിസ്ഫൈ ആവുക. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The cost of 10 books is rupees 560. What is the cost of 56 such books? അതായത് ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് 10 ബുക്കിന് 560 രൂപയാണെങ്കിൽ 56 ബുക്കിന് എത്ര രൂപയാവും എന്നാണ് ക്വസ്റ്റ്യൻ. സോ 10 ബുക്കിന് എത്ര രൂപ? 10 ബുക്കിന് 560 രൂപ. സോ ഒരു ബുക്കിന് എത്ര രൂപ? 56 രൂപയാണ് വരുന്നത്. സോ ഒരു ബുക്കിന് എത്ര രൂപ? 56 രൂപ. അങ്ങനെയാണെങ്കിൽ 56 ബുക്കിന് എത്ര രൂപയാവും? 56 ഇൻറ്റു 56 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 3134 രൂപ എന്ന് നമുക്ക് കിട്ടും. സോ എത്രയാണ്? ഒരു ബുക്കിന് 56 രൂപയാണെങ്കിൽ 56 ബുക്കിന് എത്ര? 56 ഇൻറ്റു 56 എന്ന് പറയുന്നത് 3136. അതായത് ഓപ്ഷൻ ഡി 3136 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sides of the certain triangle are given below. Identify the one which is a right angle triangle. അതായത് ഓപ്ഷനിൽ തന്നേക്കുന്നത് ഏതാ? അതായത് ഒരു ട്രയാങ്കിളിലെ സൈഡ്സിൻ്റെ ലെങ്ത് ആണ് നമുക്ക് ഈ തന്നേക്കുന്നത്. അതിലേതാണ് എന്ത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. അതായത് ഏത് സൈഡ്സ് ആണോ ട്രിപ്ലറ്റ്സ് കിട്ടുന്നത് അതാണ് എന്ത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. 4, 5, 7 ഒരു ട്രിപ്ലറ്റ് അല്ല. സോ അതാവില്ല. 5, 5, 6 ഒരു ട്രിപ്ലറ്റ് അല്ല, അത് ശരിയാവില്ല. 4, 5, 6 ട്രിപ്ലറ്റ് അല്ല, അത് ശരിയാവില്ല. 7, 24, 25 ഇതൊരു ട്രിപ്ലറ്റ് ആണ്. സോ ആൻസർ ഏതാ വരാ? 7, 24, 25 ആണ് നമ്മുടെ ട്രിപ്ലറ്റ്. അല്ലെങ്കിൽ എന്താ? 7ൻ്റെ സ്ക്വയർ പ്ലസ് 24ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 25ൻ്റെ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതായത് പൈതഗോറസ് തിയറും സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ട്രിപ്ലറ്റ്സിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കുക. കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ആകെ ഉള്ളത് ഏതാ? ഓപ്ഷൻ ഡി 7, 24, 25 ആണ് ആ കോമ്പിനേഷൻ. സോ അതാണ് എന്ത് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് വരുന്നത്. ഇനി അത് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അതായത് എല്ലാത്തിൻ്റെയും പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യുക. ഏത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു സി സ്ക്വയർ ആണെന്നുള്ള കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടണമെങ്കിൽ നോക്കുക, ട്രിപ്ലറ്റ്സ് പഠിക്കുക, അതിലേതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Amar can complete a piece of work in 5 days. With the help of his son, he can complete it in 3 days. In how many days need son to complete the work alone? അതായത് എന്താ? അമറിന് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? 5 ദിവസം വേണം. അല്ലെങ്കിൽ എന്താ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് സൺ, അതായത് അമറിൻ്റെ കൂടെ അമറിൻ്റെ മകനും കൂടി വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ദിവസം കൊണ്ട്? 3 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ മകന് ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എന്ത്? അമറിന് വർക്ക് ചെയ്യാൻ എത്ര ദിവസം? 5 ദിവസം. അമറിനും കൂടെ മകനും കൂടി വർക്ക് ചെയ്യാൻ എത്ര ദിവസം? 3 ദിവസം. LCM എടുക്കുമ്പോൾ 15 കിട്ടും. സോ അമറിൻ്റെ എഫിഷ്യൻസി 3 വരും. 2 പേരും ചേർന്നിട്ടുള്ള എഫിഷ്യൻസി എത്ര കിട്ടുക? 5 കിട്ടും.
സോ അമറിൻ്റെ എഫിഷ്യൻസി എത്ര? അമറിൻ്റെ എഫിഷ്യൻസി 3ഉം അമറിൻ്റെയും മകൻ്റെയും അതായത് സണ്ണിൻ്റെ കൂടി ചേർന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 5ആണ്. സോ അമറിൻ്റെ എഫിഷ്യൻസി 3ആണെങ്കിൽ സണ്ണിൻ്റെ എഫിഷ്യൻസി എത്ര കിട്ടും? 2ആണ് കിട്ടുക. അതായത് അമറിൻ്റെ എഫിഷ്യൻസിയുടെ കൂടെ 2 ചേർത്താലാണ് എന്ത് നമുക്ക് അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി ആയ 5 കിട്ടുക. സോ 5 പ്ലസ് അല്ലെങ്കിൽ എന്താ ചെയ്യുക? ജസ്റ്റ് നമുക്കറിയാം അമറിൻ്റെ എഫിഷ്യൻസി 3ആണെന്ന് നമുക്ക് കിട്ടി. അമറിൻ്റെയും സണ്ണിൻ്റെ എഫിഷ്യൻസി 5ആണെന്ന് നമുക്ക് കിട്ടി. സോ അമറിൻ്റെ എഫിഷ്യൻസി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ 3 പ്ലസ് സൺ ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. സണ്ണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 5 മൈനസ് 3 എന്ന് പറയുന്നത് എത്ര കിട്ടും? 2ആണ് എന്ത് സണ്ണിൻ്റെ എഫിഷ്യൻസി. അതുപോലെ ടോട്ടൽ വർക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 15ഉം. സോ ടോട്ടൽ വർക്ക് ബൈ സണ്ണിൻ്റെ എഫിഷ്യൻസി എത്ര? 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സണ്ണിന് ഒറ്റയ്ക്ക് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കിട്ടും. സോ ആൻസർ എത്ര കിട്ടുക? 7.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ 7.5 ഡേയ്സ് കൊണ്ടാണ് എന്ത് ആളുടെ സണ്ണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ്. അതായത് ഓപ്ഷൻ എ 7/1/2 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സിലിണ്ടർ ആൻഡ് എ കോൺ ആർ ഓഫ് സെയിം ബേസ് റേഡിയസ് ആൻഡ് സെയിം ഹൈറ്റ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ ടു ദാറ്റ് ഓഫ് ദ കോൺ. അതായത് വോളിയത്തിൻ്റെ റേഷ്യോ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ആരുടെ? സിലിണ്ടറിൻ്റെ വോളിയം അതുപോലെ കോണിൻ്റെ വോളിയത്തിൻ്റെയും റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. രണ്ടിൻ്റെയും ബേസും ഹൈറ്റും സെയിം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയം എന്താ വരാ? സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച്. അതുപോലെ കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അതുപോലെ എന്ത് സെയിം ആണ്? റേഡിയസും ഹൈറ്റും സെയിം ആണ്. സോ എന്താവും? ഈ 3 അവിടെ കട്ട് ചെയ്ത് പോവും. സോ ഫൈനൽ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:1/3 എന്ന് കിട്ടും. അതിന് ഓർഡർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 3:1 എന്ന റേഷ്യോ നമുക്ക് കിട്ടും. സോ ഓപ്ഷൻ എ 3:1 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The present population of a town is 50,000. If the population of the town increased by 4% annually, then what will be the population after 2 years? അതായത് പ്രസൻറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 50,000 ആണ്. ആനുവലി എത്ര വെച്ച് കൂടും? 4% വെച്ച് കൂടും. അങ്ങനെയാണെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ അവരുടെ പോപ്പുലേഷൻ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം പ്രസൻറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 50,000 ആണ്. ഇൻറ്റു ആദ്യം എത്ര കൊല്ലം? 4% ആണ് ആദ്യത്തെ ഇൻക്രിമെൻറ്റ്. സോ ആദ്യം 104, അതായത് പ്രസൻറ്റ് ഡേയുടെ 104% ആവും എന്ത് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ. സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ എന്താ? വീണ്ടും 4% ആണ് കൂടുന്നത്. സോ ഫസ്റ്റ് ഇയർ ഇതാണ്. സോ ഇതിൻ്റെയും എത്ര? 104% ആണ് എന്ത് സെക്കൻഡ് ഇയറിലെ പോപ്പുലേഷൻ വരുന്നത്. സോ എന്താണ്? 0 കട്ട് ചെയ്ത് പോയി. 5 × 104 × 104 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 54,080 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ 2 കൊല്ലം കഴിയുമ്പോൾ അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്ര? 54,080. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെരിമീറ്റർ ഓഫ് 2 സിമിലർ ട്രയാങ്കിൾസ് എ ബി സി ആൻഡ് പി ക്യു ആർ ആർ 36 centimeter and 24 centimeter respectively. If PQ is equal to 10 centimeter, then what is the measure of AB? അതായത് രണ്ട് പേരും പെരിമീറ്ററിൻ്റെ റേഷ്യോ അതായത് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? ആദ്യത്തെ ട്രയാങ്കിളിൽ എത്ര? 36 സെൻറ്റിമീറ്ററും രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 3/2 എന്ന് നമുക്ക് റേഷ്യോ കിട്ടി. സോ അവരുടെ പെരിമീറ്ററിൻ്റെ ഫ്രാക്ഷൻ എത്ര കിട്ടിയേ? സോ ആദ്യത്തെ ട്രയാങ്കിൾ എ ബി സി ബൈ പി ക്യു ആറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര? 3/2 എന്ന് കിട്ടി. ആ ഒരു പ്രൊപ്പോർഷനിലെല്ലാം എന്തുണ്ടാവുക? എ ബി ബൈ പി ക്യു എന്ന സൈഡും ഉണ്ടാവുക. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആദ്യം അവരുടെ പെരിമീറ്ററിൻ്റെ റേഷ്യോ അതായത് പെരിമീറ്ററിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എത്രയാണ്? 36/24 ചെയ്തപ്പോൾ എത്ര കിട്ടി? 3/2 എന്ന പ്രൊപ്പോർഷൻ കിട്ടി. ആ സെയിം പ്രൊപ്പോർഷനിൽ തന്നെയാണ് എന്തുണ്ടാവുക? അവരുടെ സൈഡ്സിൻ്റെ ഫ്രാക്ഷനും അതായത് സൈഡ്സിൻ്റെ പ്രൊപ്പോർഷനും. സോ
3/2 ആണ് പെരിമീറ്ററിൻ്റെ പ്രൊപ്പോർഷൻ ഈസ് ഈക്വൽ ടു അവരുടെ സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് AB/PQ നമുക്ക് എഴുതാം. സോ ഇതിൽ ഏത് തന്നിട്ടുണ്ട്? PQയുടെ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ 3/2 ഈസ് ഈക്വൽ ടു AB/PQയുടെ ലെങ്ത് എത്ര വരുന്നത്? 10 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 3 × 10/2 അതായത് 15 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എത്ര? ഓപ്ഷൻ ബി 15 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ AB-യുടെ ലെങ്ത് വരുന്നത്. സോ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം പെരിമീറ്ററിൻ്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക. ആ സെയിം പ്രൊപ്പോർഷൻ തന്നെയാവും എന്ത് സൈഡ്സ് ഉണ്ടാവുക. സോ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ HCF of two numbers is 15 and their LCM is 225. If one of their number is 45, then what is the other number? സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് രണ്ട് നമ്പേഴ്സ് അവരുടെ HCF എന്ന് പറയുന്നത് എത്ര? 15ഉം അവരുടെ LCM എന്ന് പറയുന്നത് എത്ര? 225. ഒരു നമ്പർ തന്നിട്ട് 45 ആണെങ്കിൽ അടുത്ത നമ്പർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ റിലേഷൻ നമുക്ക് പഠിക്കണം. അതായത് പ്രൊഡക്ട്സ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF. അതായത് തന്ന രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? LCMൻ്റെയും HCFൻ്റെയും പ്രൊഡക്റ്റുകളാണ്. സോ N1 ആണ് ആദ്യത്തെ നമ്പർ എങ്കിൽ N1 ഇൻറ്റു N2 ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്ട്സ് ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF. ഇതിൽ നമുക്ക് എന്തറിയാം? ആദ്യത്തെ നമ്പർ എത്രയാണെന്നറിയാം, 45 ആണെന്നറിയാം. സെക്കൻഡ് നമ്പർ നമുക്ക് അറിയില്ല. LCM എന്ന് പറയുന്നത് 225ഉം HCF എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു 225 ഇൻറ്റു 15/45. അതായത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 75 എന്ന് നമുക്ക് കിട്ടും. സോ സെക്കൻഡ് നമ്പർ എത്രയാണ്? 75 ആണ് നമ്മുടെ സെക്കൻഡ് നമ്പർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് 0.23 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 0.232323 പ്ലസ് 0.222222 ഇതിൻ്റെ സം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഡയറക്റ്റ് സം ചെയ്യാം. അതായത് 0.232323 പ്ലസ് 0.222222 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. ഇവിടെ 4 5 4 5 4. സോ ഏതാണ്? 0.45ൻ്റെ റെക്കറിങ് ആണ് നമുക്കവിടെ കിട്ടിയത്. അതായത് ഓപ്ഷൻ സി 0.45. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ നമ്പർ പോവും. ജസ്റ്റ് നമുക്ക് എന്താ ചെയ്യുക? ജസ്റ്റ് ആ നമ്പേഴ്സിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ചെയ്താൽ അതിൻ്റെ സമ്മ് കാണാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ ദ ഫോളോയിങ് 72 മൈനസ് 52 പ്ലസ് 32/2 ഇൻറ്റു 32/2. സോ ആദ്യം എന്ത് ചെയ്യാം? ബോർഡ് മാസ് നോക്കുമ്പോൾ എന്താ? ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. സോ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? ഇവിടെ നമുക്ക് 16 കിട്ടും. ഇവിടെ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. 16 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 64 വരുന്നത്. സോ ബാക്കി വന്നത് 72 മൈനസ് 52 മൈനസ് 60 പ്ലസ് 64. സോ എന്താണ്? 64ൽ നിന്ന് 52 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. 72ൻ്റെ ഒപ്പം 12 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 84 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഓപ്ഷൻ ഡി 84 ആണ് നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിയത്. സോ ബോർഡ് മാസ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഡിവിഷൻ, അത് കഴിഞ്ഞ് പ്രൊഡക്റ്റ് കാണാം, അത് മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സം ഓർ സബ്സ്ട്രാക്ഷൻ ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. While going from Mumbai to Pune by a car, I realized that one of the tires has 2 punctures. On the basis of my previous experience, I believed that first puncture alone would have made the tire flat in 9 minutes and second would have done in 6 minutes. If the air leaks one at the constant rate, how long will it take both puncture together to make the tire flat? സോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഒരു ടയറിന് 2 പഞ്ചറുണ്ട്. ആദ്യത്തെ പഞ്ചറിന് 9 മിനിറ്റ് കൊണ്ട് ആ ടയർ ഫ്ലാറ്റ് ആക്കാൻ പറ്റും. രണ്ടാമത്തെ പഞ്ചറിന് 6 മിനിറ്റ് കൊണ്ട് ആ ടയർ ഫ്ലാറ്റ് ആക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2 പഞ്ചറും കൂടി ഒരുമിച്ച് ആവാഞ്ച ആ ടയർ എത്ര സമയം കൊണ്ട് ഫ്ലാറ്റ് ആവും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യത്തെ പഞ്ചറിന് 9 മിനിറ്റും രണ്ടാമത്തെ പഞ്ചറിന് 6 മിനിറ്റും. സോ 2 പേര് LCM കാണുമ്പോൾ നമുക്ക്
18 എന്ന് നമുക്ക് കിട്ടും. സോ ആദ്യത്തെ പഞ്ചറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2ഉം രണ്ടാമത്തെ പഞ്ചറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. അതിലുണ്ടായ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 18 ആണ് വന്നത്. സോ 18 ആണ് ടോട്ടൽ വർക്ക് ബൈ ആ 2 പഞ്ചറും കൂടി ഒരുമിച്ചാണ് ഓപ്പൺ ആവണമെങ്കിൽ അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2ഉം 3 ആണ്. സോ കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 ആണ്. സോ 18 വർക്ക് 5 എഫിഷ്യൻസി വെച്ച് ചെയ്യാന്ന് വെച്ചാൽ എത്ര സമയം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? എത്ര സമയം കൊണ്ടാ? 3/5 സമയം കൊണ്ടാണ് എന്ത്, അതായത് 5 മിനിറ്റ് കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. സോ 3/5 മിനിറ്റ് ആണ് വേണ്ടത്. എന്ത് ഇവിടെ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ടയറിലെ കാറ്റ്. സോ അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ 3/5 മിനിറ്റ് ആണ് അവർക്ക്, അല്ല 2 പഞ്ചറിന് വേണ്ടത്. അതായത് നമ്മുടെ ഓപ്ഷൻ എ 3/5 മിനിറ്റ്സ് ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ്, സോ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്കറിയാം എന്ത് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്കാണ് പവേഴ്സ് വന്നേക്കുന്നത്. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, സിമ്പിളി ആ പവേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ എത്ര കിട്ടും? 2⁸ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 35% ഓഫ് എക്സ് ഈസ് 140, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? സോ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. 35% എന്ന് പറയുമ്പോൾ 35/100 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 140 എന്ന് നമുക്ക് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 140 ഇൻറ്റു 100/35. 5 ഇവിടെ പോവും, 7 ഇവിടെ പോയി കഴിഞ്ഞാൽ 5 ഇവിടെ പോയാൽ 20 കിട്ടും, 7 ആകുമ്പോൾ ഇവിടെ 20 കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 400 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ബി 400 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 bells commence tolling together and toll at the interval of 2, 4, 6, 8, 20 seconds respectively. In 30 minutes, how many times do they toll together? അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ, അതായത് ആ 5 ബെല്ലും ഒരുമിച്ച് റിങ് ചെയ്തിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഒരുമിച്ച് റിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ബെല്ലിൻ്റെയും റിങ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 2, 4, 6, 8, 20 സെക്കൻഡ്സ് ആണ് ഓരോ ബെല്ലിൻ്റെയും റിങ് ചെയ്യുന്ന ടൈം. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് അവർ ഒരുമിച്ച് എത്ര വട്ടം റിങ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് കാണണം, അവർ ഓരോരുത്തരുടെയും റിങ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. 2, 4, 6, 8, 20 ആണ്. സോ ഇവർ ഒരുമിച്ച് റിങ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എന്താ, അവരുടെ LCM ആണ്. സോ 2, 4, 6, 8, 20 എന്ന് പറയുന്നതാണ് എന്ത്, അവരെ റിങ് ചെയ്യണ ടൈംസ്. ഇവർ LCM എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സമയം കിട്ടും. ആ സമയം കൊണ്ടാണ് അവർ ഒരുമിച്ച് ബെല്ല് ചെയ്യുന്നത്, റിങ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ LCM ആണ് നമുക്ക് എന്താ 2ഉം 4ഉം എടുക്കേണ്ട ആവശ്യമില്ല, കാരണം 8ൽ ഓൾറെഡി 2, 4 ഉണ്ട്. സോ ഏതിൻ്റെ LCM? 6, 8, 20ൻ്റെ LCM ആണ് നമുക്കിവിടെ കാണണ്ടേ. സോ 6, 8, 20ൻ്റെ LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 120 എന്ന് നമുക്ക് കിട്ടും. സോ 6ൻ്റെയും 8ൻ്റെയും 20ൻ്റെയും LCM എന്ന് പറയുന്നത് എത്ര? 120 സെക്കൻഡ്സ് ആണ് വരുന്നത്. സോ 120 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ എത്ര? 120 സെക്കൻഡ്സ് എന്ന് പറയുന്നത് 2 മിനിറ്റ്സ് ആണ് വരുന്നത്. അതായത് 2 മിനിറ്റ് ആകുമ്പോൾ എന്ത്, 2 മിനിറ്റ് ആകുമ്പോൾ ആ 5 ബെല്ലും ഒരുമിച്ച് റിങ് ചെയ്യും. സോ ആദ്യത്തെ 2 മിനിറ്റിൽ അവർ ഒരുമിച്ച് റിങ് ചെയ്തു. അടുത്ത ആദ്യത്തെ 2 മിനിറ്റ്, പിന്നെ 4, 6, അങ്ങനെ ഓരോ 2 മിനിറ്റ് ഗ്യാപ്പ് വരുമ്പോൾ അവർ ഒരുമിച്ച് റിങ് ചെയ്യണു. സോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ, 30 മിനിറ്റ് കഴിയുമ്പോൾ അവർ എത്ര വട്ടം ഒരുമിച്ച് റിങ് ചെയ്തു? സോ 30 മിനിറ്റിൽ ഓരോന്നും 2 മിനിറ്റ് വെച്ചിട്ടാണ് അവർ റിങ് ചെയ്യുന്നത്. സോ 30/2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 15 വട്ടമാണ് അവർ റിപ്പീറ്റ് ചെയ്ത് റിങ് ചെയ്യുന്നത്. അതുപോലെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറഞ്ഞിട്ട് എന്ത്, അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരുമിച്ച് റിങ് ചെയ്തിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു വട്ടം ഒരുമിച്ച് റിങ് ചെയ്തു, പിന്നെ വരുന്ന ഓരോ 2 മിനിറ്റിലും അവർ റിപ്പീറ്റ് ചെയ്ത് ഒരുമിച്ച് റിങ് ചെയ്തു. സോ 15 പ്ലസ് അവർ ഫസ്റ്റ് റിങ് ചെയ്ത ആ ഫസ്റ്റത്തെ ഇതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ ഓരോ 2 മിനിറ്റിലും വെച്ച് നോക്കുമ്പോൾ 15 വട്ടം റിങ് ചെയ്തു, പ്ലസ് സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു റിങ് കൂടി. സോ ടോട്ടൽ എത്ര? 16 വട്ടമാണ് അവർ അവിടെ റിങ് ചെയ്തത്. സോ ആൻസർ ഓപ്ഷൻ ഡി 16 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4% ഈസ് ഗെയിൻഡ് ബൈ സെല്ലിങ് എ ടേബിൾ
for rupees 1800. Then by selling it for rupees 1750, what is the cost price? അതായത് 1800 രൂപയ്ക്ക് വിൽക്കുന്നതിനേക്കാളും പകരം 1750 രൂപേനേക്കാളും എത്ര 50 രൂപ കൂട്ടി 1800 രൂപയ്ക്ക് വിറ്റപ്പോൾ എത്ര ശതമാനം ലാഭം കിട്ടി? 4% എക്സ്ട്രാ ലാഭം കിട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 4% എക്സ്ട്രാ ലാഭം കിട്ടി. എപ്പോൾ 1750 പകരം 1800 വിറ്റപ്പോൾ എത്ര രൂപ കൂട്ടി വിറ്റപ്പോൾ? 50 രൂപ കൂട്ടി വിറ്റപ്പോൾ 4% ആണ് ലാഭം കിട്ടിയത്. സോ ഈ 4% എക്സ്ട്രാ പ്രോഫിറ്റ് ആണ് കിട്ടിയേക്കുന്നത്. പ്രോഫിറ്റ് എപ്പോഴും ഏതിൻ്റെ ബേസിലാണ് പറയുക? കോസ്റ്റ് പ്രൈസിൻ്റെ ബേസിലാണ് പറയുന്നത്. സോ ഈ 4% ആണ് 50 എങ്കിൽ 100% എന്ന് പറയുന്നത് എന്താണ്? എന്ത്? കോസ്റ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ 50/4 × 100 എന്ന് പറയുന്നത് എന്താണ്? എന്ത്? കോസ്റ്റ് പ്രൈസ്. സോ 25 കട്ട് ചെയ്ത് പോയി. സോ നമുക്ക് എത്ര കിട്ടും? 1250 ആണ് എന്ത് വരുന്നത്? കോസ്റ്റ് പ്രൈസ് ഇവിടെ വരുന്നത്. സോ ഓപ്ഷൻ ബി 1250 റുപ്പീസ് ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.